ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സ്വാഭാവികമാണ്. കാര്യം 9 വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവണമല്ലോ സ്വാഭാവികമായും. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതികരണം ഏറിയും കുറഞ്ഞുമിരിക്കും. കാര്യം അത് ഓരോ വിഭാഗങ്ങളിലും ഓരോ തരത്തിലായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പെൻഷൻകാരുടെ കാര്യം പറഞ്ഞു. ഈ നിലമ്പൂർ മണ്ഡലത്തെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF യഥാർത്ഥത്തിൽ ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഞാൻ ആൻറ്റോഗേഷൻ പറഞ്ഞോട് യോജിക്കുന്നു. തുടക്കം മുതൽ തന്നെ ഞാൻ പറയുന്നു, അവിടെ വന്യജീവി ആക്രമണമാണ് നിലമ്പൂരിലെ പ്രധാനപ്പെട്ട വിഷയമായി അവർ എടുക്കേണ്ടിയിരുന്നത്. ഒരുപക്ഷേ പ്രതിപക്ഷ നേതാവ് അത് മനസ്സിലാക്കിയതുകൊണ്ടാവാം വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെ വെച്ചിരുന്നു. പക്ഷേ ആ പരിപാടിക്കൊന്നും വലിയ മീഡിയ അറ്റൻഷനോ വലിയ രീതിയിൽ അവിടെ ഒരു പ്രചാരമോ കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒരു വലിയ ക്യാമ്പയിനായി മാറേണ്ടതാണ് ആ മണ്ഡലത്തിൽ. അവിടെ അതൊരു വലിയ പ്രചരണമാക്കി മാറ്റാൻ പറ്റിയില്ല. അതിനു പകരം അവർ ഭയന്നു പോയത് എന്താണെന്ന് വെച്ചാൽ പെൻഷനിന് 2 മാസം കുടിശ്ശികയെ ബാക്കിയുള്ളൂ. പെട്ടെന്ന് പെൻഷൻ കിട്ടുന്നത് കഴിഞ്ഞ തവണത്തിലെ തിരഞ്ഞെടുപ്പിനെ പോലെ തിരിച്ചടിക്കുമോ എന്ന് ഭയന്നതുകൊണ്ടാണ് UDFൻ്റെ കൺവെൻഷനിൽ വെച്ച് KC വേണുഗോപാൽ ഈ പെൻഷനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നതും അതിനെ കൈക്കൂലി കുടിശ്ശികയുടെ കാര്യത്തിൽ കൈക്കൂലി എന്ന ഒരു പരമാബദ്ധം പറയുന്നതും അതിനെ LDF വളരെ സക്സസ്ഫുള്ളി വളരെ വിജയകരമായി പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല, അത് പ്രതിരോധിക്കാൻ നിന്ന ഷാഫി പറമ്പിലിനെയും PC വിശ്വനാഥിൻ്റെയും എല്ലാ വാദങ്ങളെയും പൊളിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്.